ഇനി നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സേമിയ ഇഡ്ഡലി കണ്ടാലോ? അതിനു വേണ്ടി നമ്മൾ ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് വറുത്ത സേമിയ തന്നെ എടുക്കണം. വറുത്ത സേമിയ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് സേമിയയ്ക്ക് 1/2 ഗ്ലാസ് തൈരും 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി ഇത്രയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയോ അതുപോലെ തന്നെ ബീട്രൂട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ഇടുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അളവ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് ഇച്ചിരി വെള്ളം കുറവായിട്ട് ഫീൽ ചെയ്തത് കൊണ്ട് ഞാനിതൊന്ന് ലെവലാക്കി അത്രയും വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടാനും വെള്ളം കുറയാനും പാടില്ല. ഇതിന് ശേഷം അതൊരു 20 to 30 മിനിറ്റ്സ് അത് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. ആ ഒരു ടൈമിലേക്ക് നമ്മളൊരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുകിടുക. അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ കടലപ്പരിപ്പ്, അതുപോലെ തന്നെ മസ്റ്റായിട്ട് ഇടേണ്ട ഒരു കാര്യമാണ് ഉഴുന്ന് പരിപ്പ്. അത് നല്ലൊരു സ്മെല്ല് തരും. അതുകൊണ്ട് ഉഴുന്ന് പരിപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം പിന്നെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കാഷ്യും കൂടെ ചോപ്പ് ചെയ്ത് ഇടാവുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ഐറ്റം ആയതുകൊണ്ട് കൂടുതലും നമ്മൾ കുട്ടികൾക്ക് കാഷ്യൂ ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂ നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ചിട്ട് ഇതിലേക്ക് ചോപ്പ് ചെയ്തിടുക. അതിനുശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു കൂട്ടില്ലേ അതിലേക്ക് അത് 30 മിനിറ്റ്സ് ആയതിനു ശേഷം 20 to 30 മിനിറ്റ്സ് എന്തായാലും വേണം. അതിനുശേഷം ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇടുക. ഇപ്പോൾ ഇതിൽ എൻ്റെ വെള്ളത്തിൻ്റെ ലെവലൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ തടവി അതിലേക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ച് ഞാൻ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി ഓരോ കാജും കൂടെ ഇതിൻ്റെ മണ്ടയ്ക്ക്